life must be quite boring these days. But let us remember the words of Helen Keller. That is, keep your face to the sunshine and you'll not see a shadow. With these words, let us pray to God that this pandemic will subside someday. And let us hold on to the positive aspects that we have in life. In this video, we'll be dealing with the question answers of the first lesson of the first unit, that is 3 L's of empowerment. I have made to make you understand, I have made a mind map of all the answers, and based on this mind map, I have prepared an example of each answer. And I never would like you to copy those answers. I want you all to try to write an answer for yourself. ഇതിനു മുൻപുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു that if you write an answer by yourself, then you will never forget it. Okay, so let's get started. This is the page number 11 of your textbook, and this is the first question. The role of educated, empowered women in building a strong nation. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്കും അതിൻ്റെ ഉന്നമനത്തിനും വേണ്ടി ശക്തിയായ ഒരു സ്ത്രീ വഹിക്കുന്ന പങ്ക് എന്താണ് എന്നാണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ മൈൻഡ് മാപ്പ്. സ്ത്രീ തൻ്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും അധ്യാപികയാണ്, ഒരു വഴികാട്ടിയാണ്. ജോലി ചെയ്യുന്നിടങ്ങളിൽ അവളൊരു ലീഡറാണ്. ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തൻ്റെ രാജ്യത്തിൻ്റെയും വീടിൻ്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്ത്രീ തൻ്റെ വീടും കുടുംബവും ഭംഗിയായി നോക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു സ്ത്രീയെക്കുറിച്ച് പറയാൻ കഴിയും. ഇനി ഇതെല്ലാം നമുക്ക് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായി ഒന്ന് എഴുതി നോക്കാം. The role of women has always been stereotypical, minding the household duties and looking after the children. സ്റ്റീരിയോടിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അച്ചിൽ വാർത്തെടുത്ത പോലെ. പണ്ടെല്ലാം സ്ത്രീകൾക്ക് ഈ ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വീട് നോക്കുക, അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ നോക്കുക. എന്നാൽ ഇന്ന് ഈ സാഹചര്യം മാറിയിരിക്കുന്നു. ദ എംപവർഡ് വിമൻ ആസ് സജസ്റ്റഡ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡ് കോൺട്രിബ്യൂട്ട്സ് നോട്ട് ഓൺലി ടു ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഹെർ ഓൺ ഹോം ബട്ട് ഓൾസോ ദ കൺട്രി. സ്ത്രീ തൻ്റെ വീടിൻ്റെ മാത്രമല്ല തൻ്റെ രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. വിമൻ നെവർ ഫെയിൽ ടു പാസ് ഓൺ ദ ടോർച്ച് ഓഫ് എഡ്യൂക്കേഷൻ ടു ദ ഫ്യൂച്ചർ ജനറേഷൻ. സ്ത്രീ തനിക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം വരും തലമുറയ്ക്കും പകർന്നു കൊടുക്കാൻ ഒരിക്കലും മറക്കുന്നില്ല. These thoughtful women make sure that the children become responsible citizens of tomorrow. ഇങ്ങനെയുള്ള സ്ത്രീകൾ ഉറപ്പുവരുത്തുന്നു ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളത്തെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി തീരുമെന്ന്. Even while performing these roles, she never forgets to provide the warmth of love to her family. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും തൻ്റെ സ്നേഹവും സംരക്ഷണവും തൻ്റെ കുടുംബത്തിന് കിട്ടണം എന്ന് ഉറപ്പുവരുത്തുന്നു. So, an empowered woman is like the multi-faced and multi-armed goddess who eliminates the evil in the society and provides a new ray of hope. അതുകൊണ്ട് തന്നെ സ്ത്രീ ബഹുമുഖങ്ങളും കൈകളുമുള്ള ഒരു ദേവിയെ പോലെയാണ്. ആ ദേവി നമ്മുടെ സമൂഹത്തിലെ തിന്മയെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പുതിയ പ്രതീക്ഷയുടെ കിരണം നൽകുന്നു. ഈ ഒരു ഉത്തരം ഒരു ഉദാഹരണമായി എടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും സ്വന്തമായ ഉത്തരം തീർച്ചയായും ഒന്ന് എഴുതി നോക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. The role of learning, labor and leadership skills in making a woman liberated. The 3 L's എന്ന് പറഞ്ഞത് അത് ഒരു സ്ത്രീയെ ശക്തിയാക്കാൻ വേണ്ടി എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നാണ് ചോദ്യം. ഇനി നമുക്കിതിൻ്റെ മൈൻഡ് മാപ്പ് ഒന്ന് നോക്കാം. നമുക്കറിയാം 3 L's: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. Through learning, a woman not only gets educated herself but also gets an opportunity to educate others. She gets aware of her own rights. ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടുന്നതിലൂടെ മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ളൊരവസരം കിട്ടുന്നു. അതോടുകൂടി തന്നെ തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു അവസരവും ലഭിക്കുന്നു. ലേബർ: ഷീ കോൺട്രിബ്യൂട്ട്സ് ടു ദ എക്കണോമി ഓഫ് ദ കൺട്രി ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ഹെർ റെസ്പോൺസിബിലിറ്റീസ്. ജോലി ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ തൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്നു. ലീഡർഷിപ്പ്: She makes all-inclusive decisions based on compassion and sustainability. ഒരു സ്ത്രീ ഒരു ലീഡറായിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ടായിരിക്കും. അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിരിക്കും, ദീർഘകാലം നിലനിൽക്കുന്ന ഒന്നായിരിക്കും. അതുപോലെ തന്നെ അതിൽ അനുകമ്പ മറ്റുള്ളവരോട് ഉണ്ടായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. As the flame of the candle propagates light, similarly a woman educates her children.
She acquaints them with the responsibilities and the culture of the society. She ingrains in them wisdom, knowledge, and courage. ഒരു മെഴുകുതിരി നാളം തൻ്റെ ചുറ്റും പ്രകാശം പരത്തുന്നത് പോലെ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നു. അവർക്ക് തൻ്റെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും സമൂഹത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നു. അറിവും വിവേകവും ധൈര്യവും അവരുടെ ഉള്ളിൽ നിറയ്ക്കുന്നു. ദിസ് ലേണിംഗ് ഗിവ്സ് ഹെർ ദ ഓപ്പർച്യൂണിറ്റി ടു വർക്ക്. As Kofi Annan said, to educate girls is to reduce poverty. Her skill and expertise not only treasures her own home but brings prosperity to the nation. വിദ്യാഭ്യാസം നേടുന്നതിലൂടെ തന്നെ ഒരു സ്ത്രീക്ക് ജോലി ലഭിക്കുന്നു. കോഫി അന്നാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീക്ക്, പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകിയാൽ അതോടെ ദാരിദ്ര്യം ഇല്ലാതാകുന്നു. അവളുടെ കഴിവുകൾ അവളുടെ സ്വന്തം വീടിന് മാത്രമല്ല, പക്ഷേ രാജ്യത്തിന് ഒന്നടങ്കം പ്രയോജനപ്പെടുന്നു. ദിസ് ആക്ച്വലൈസസ് ദ വേർഡ്സ് ഓഫ് മിഷേൽ ഒബാമ. When girls are educated, their countries become stronger and more prosperous. ഇതോടെ മിഷേൽ ഒബാമ പറഞ്ഞ വാക്കുകൾ സാക്ഷാത്കരിക്കുകയാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയാൽ അതോടെ ആ രാജ്യം ശക്തമാകുന്നു, അതിന് ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യുന്നു. When women become leaders, they excel all others. Her decisions are sustainable and all-inclusive. She becomes the embodiment of compassion. സ്ത്രീ ഒരു നേതാവായാലോ എല്ലാവരേക്കാൾ മികച്ച നേതാവായിരിക്കും. തീരുമാനങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അനുകമ്പ എന്നും സ്ത്രീയിൽ നിറഞ്ഞു നിൽക്കുന്നു. Children, read this answer and try to write an answer based on the given points. Now let us look at the next question. Should women step outside their comfort zones? Discuss. കംഫർട്ട് സോൺ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അങ്ങനെ ഒന്നുമില്ല, സുരക്ഷിതമാണ് എന്ന് തോന്നുന്ന ഒരിടം, അത് വീട് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് സ്ത്രീ സ്വയം പുറത്തേക്ക് ഇറങ്ങി വരണ്ടേ, അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്നാണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ലെറ്റ് us look at some points. For a woman, family is given the most priority. Then comes her profession and then some of her interests like travel or any other. A family imposes time limits for a woman. A family always say that while traveling she should be with someone reliable. They provide only limited education which is required to gain a job. In a profession, it is desirable that the jobs should be comfortable one. There should not be any challenges, and the timing of course should be suitable for the family and children. And when it comes to some of her passions like travel, the people say that she should always avoid adventure, and it is most preferable that she travels with family. Yes, all these things are imposed on women to make her safe in this society, but yet it is a hindrance to her path of progress. Now let us read the answer. The comfort zone for women is just a comfortable cage. It is made cozy so that women would not complain and not demand anything more. This leads them to slowly neglect their dreams. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ഭംഗിയുള്ള ഒരു തടവറയാണ്. അതങ്ങനെ ഭംഗിയുള്ളതാക്കി തീർത്തിരിക്കുന്നത് അവരൊരിക്കലും പരാതി പറയാതെ ഇരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പതുക്കെ അവരവരുടെ സ്വപ്നങ്ങളെല്ലാം മറന്നു തുടങ്ങുന്നു. The girls are brought up in homes and society giving priority to their safety, and this in turn makes them idle and unproductive. They become naive to face any challenges in life. വീട്ടിലും സമൂഹത്തിലും പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതിനാൽ അവർ നിഷ്ക്രിയരായി തീരുന്നു. ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാനുള്ള ധൈര്യം ഈ പെൺകുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നു. The line given in Manusmriti, സ്ത്രീ ന സ്വാതന്ത്ര്യം അർഹതി, women don't deserve freedom, is put in a decorative way in the new world. മനുസ്മൃതിയിൽ തന്നിരിക്കുന്ന വരി സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് ഇന്നത്തെ സമൂഹത്തിൽ ഒന്ന് മോടി പിടിപ്പിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. Instead, the society, school and families should teach girls to move out of their comfort zones and explore themselves. They should be allowed to follow their passion. They should be supported so that they can acquire their dreams and fly high. ഇതിനു പകരം സ്കൂളുകളിലും വീടുകളിലും നമ്മുടെ സമൂഹത്തിലും പെൺകുട്ടികളെ ഈ കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പ്രേരിപ്പിക്കണം. അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടി അവരെ സഹായിക്കുകയും വേണം. ഈ ഉത്തരം വായിച്ചു നോക്കി തീർച്ചയായും എല്ലാവരും ഒരു ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം നോക്കാം. Women sometimes lack confidence to match their competence. Comment on the statement. This is a statement given by Christine Lagarde.
പലപ്പോഴും സ്വന്തം കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം സ്ത്രീക്ക് ഉണ്ടാകാറില്ല. ഇതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നതാണ് ചോദ്യം. അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. Confidence can be developed only when one has the courage to come out of their comfort zone. ഈ കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ധൈര്യം കാണിച്ചെങ്കിൽ മാത്രമേ സ്വന്തം ജോലിയിലോ വ്യക്തിത്വത്തിലോ ഈ കോൺഫിഡൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ, വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി ക്രിസ്റ്റീൻ ലഗാർഡ് എല്ലാവരോടും, പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയുന്ന ഒരു കാര്യമാണ് ഡെയർ ദ ഡിഫറൻസ്. എന്ന് വെച്ചാൽ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാനുള്ള ധൈര്യം കാണിക്കണം എന്ന്. ഇതിൻ്റെ ഉത്തരം ഒന്ന് വായിച്ചു നോക്കാം. Women sometimes lack the confidence to match their competence, says Christine Lagarde, which is true. Many women do have the talent and know-how, but they fear to face the society. Many of them don't dread to go out of their homes for a job. തൻ്റെ കഴിവിനൊത്തുള്ള ധൈര്യം, ആത്മവിശ്വാസം കാണിക്കാൻ പലപ്പോഴും സ്ത്രീകൾക്ക് കഴിയാതെ പോകുന്നു എന്ന് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത് വളരെ ശരിയാണ്. ഒരുപാട് സ്ത്രീകൾക്ക് കഴിവും അതിനുള്ള അറിവുമുണ്ട്. പക്ഷേ അവർ ഈ സമൂഹത്തിൽ പുറത്തേക്ക് വരാൻ വേണ്ടി ഭയക്കുന്നു. എന്തിന്? ഒരു ജോലിക്ക് വേണ്ടി സ്വന്തം വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും അവർക്ക് പേടിയാണ്. To them, Christine Lagarde calls out to change their mindset and come out of their shells. They should change the fixed rules to their own favor. അവരോടെല്ലാം ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത് സ്വന്തം ചിന്താഗതികളെ മാറ്റിക്കൊണ്ട് ഈ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം. ഇങ്ങനെ സ്ഥിരീകരിച്ച നിയമങ്ങൾ സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. The women like Margaret Thatcher, Indira Gandhi, Maya Angelou to Malala Yousafzai are inspirational examples. മാർഗരറ്റ് താച്ചർ, ഇന്ദിരാഗാന്ധി, മായ ആഞ്ചലോ, മലാല യൂസഫ്സായി ഇവരെല്ലാം പ്രചോദനം നൽകുന്ന ഉദാഹരണങ്ങളാണ്. Taking into account the life of these women, Christine Lagarde tells all the women to dare the difference. ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ജീവിതം മുൻനിർത്തിക്കൊണ്ട് ക്രിസ്റ്റീൻ ലഗാർഡ് എല്ലാവരോടുമായി പറയുന്നതാണ് ഡെയർ ദ ഡിഫറൻസ്. എന്ന് വെച്ചാൽ സ്വന്തം ജീവിതം മാറ്റിയെടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കണം എന്ന്. ഈ ഉത്തരം വായിച്ച് എഴുതാൻ ശ്രമിക്കൂ. അവസാനത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഹൗ ക്യാൻ വി ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ഇൻ വിമൻ? സ്ത്രീകളുടെ ഉള്ളിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഇതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കോൺഫിഡൻസ് ബിൽഡിംഗ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഹോംസ് ആൻഡ് സ്കൂൾസ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഷുഡ് ബി ഗിവൻ ടു വിമൻ അറ്റ് വർക്ക് പ്ലേസ്. ദ സൊസൈറ്റി ഷുഡ് ഓൾസോ ട്രീറ്റ് ദം ഈക്വലി. Not only that, women too should take active steps to make themselves confident. കോൺഫിഡൻസ് എന്ന് പറയുന്നത് വീടുകളിൽ നിന്നും സ്കൂളിൽ നിന്നും തുടങ്ങേണ്ട ഒന്നാണ്. അവർക്ക് ജോലി ചെയ്യുന്നിടങ്ങളിൽ ഒരേപോലെയുള്ള അവസരങ്ങൾ ലഭിക്കണം. സമൂഹവും സ്ത്രീകളെ തുല്യമായി കണക്കാക്കണം. അതുമാത്രമല്ല, സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി സ്ത്രീകൾ മുന്നിട്ടിറങ്ങുകയും വേണം. ഇതിൻ്റെ ഉത്തരം ഒന്ന് വായിച്ചു നോക്കാം. സെൽഫ് കോൺഫിഡൻസ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ പ്രാക്ടീസിങ് ഇറ്റ്. And it should start from the beginning. In the homes, girls should be allowed to make their own decisions. ആത്മവിശ്വാസം തുടക്കം മുതൽക്ക് ശീലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ്. വീടുകളിൽ പെൺകുട്ടികൾക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. In schools, they should be given opportunities to face the crowd and develop their talent. സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സമൂഹത്തിൻ്റെ മുൻപിൽ നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കേണ്ടതാണ്. And in a married life, women should be allowed to be equally responsible of the family's economy. That is, to pursue a job and make free decisions. വിവാഹ ജീവിതത്തിലും സ്ത്രീകൾ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ പുരോഗതിയിൽ തുല്യമായ പങ്ക് വഹിക്കേണ്ടതാണ്. അതായത് ഒരു ജോലി നേടിയെടുക്കുക, അതുപോലെ തന്നെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുക. In the workplace too, biased ideology should be avoided. The society should not be prejudiced and not create any impediments in the growth of a woman. ജോലി ചെയ്യുന്ന ഇടങ്ങളിലും വേർതിരിവ് നിറഞ്ഞ ചിന്താഗതികൾ ഒഴിവാക്കേണ്ടതാണ്. സമൂഹം സ്ത്രീയെ മുൻവിധികളോടെ കാണരുത്. അതുപോലെ തന്നെ അവളുടെ ഉയർച്ചയിൽ തടസ്സങ്ങളും സൃഷ്ടിക്കാൻ പാടുള്ളതല്ല. And women too should take active steps to build their confidence, that is, to be educated, to be aware of her rights and have a job. സ്ത്രീകളും സ്വന്തം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതായത് വിദ്യാഭ്യാസം നേടിയെടുക്കുക, സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് അറിയുക, ഒരു ജോലി നേടിയെടുക്കുക.
This is the activity 1 and it is about speech. In this, we have to understand why people make speeches and what it has to do with the human thought process. How do we make such speeches? And not only that, we also have to write a speech. Here is an example given, a very famous speech delivered by Martin Luther King Jr. He was a Nobel Peace Prize winner and he had a dream that the black Americans who had faced discrimination and segregation for years would finally be rid of it. He wanted the America to treat its children equally. There would be no discrimination between the whites and the blacks. Here is another example, the words spoken by Mark Antony, as they say, and written by Shakespeare the Great himself. In this play, Julius Caesar, Mark Antony knows that Brutus has deceived Caesar, but he wants the people to know and understand that. For it, he delivers a speech to the people of Rome. റോമിലെ ആൾക്കാർക്ക് മാർക്ക് ആൻ്റണി ഒരു സ്പീച്ച് നൽകുന്നു ജൂലിയസ് സീസറിനെ ചതിച്ചതാണ് എന്ന് അറിയിക്കാൻ. ബ്രൂട്ടസ് അദ്ദേഹത്തിനെ ചതിച്ചതാണ് എന്ന് അറിയിക്കാൻ വേണ്ടി മാർക്ക് ആൻ്റണിയോട് ഒരു സ്പീച്ച് കൊടുക്കുന്നതിൻ്റെ കുറച്ച് വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. This is a very great example of a persuasive speech. അല്ലെ, പെർസുവേസീവ് സ്പീച്ച് അതിൻ്റെ നല്ല 2 ഉദാഹരണങ്ങളാണ് നമുക്ക് ഇവിടെ ആദ്യം തന്ന ഒരു സ്പീച്ചും അതുപോലെ തന്നെ ഇപ്പോൾ ഈ തന്നിരിക്കുന്നതും. പെർസുവേഷൻ എന്ന് വെച്ചാൽ അനുനയിക്കുക. അപ്പോൾ പെർസുവേസീവ് സ്പീച്ച് എന്ന് വെച്ചാലോ അനുനയിപ്പിക്കുന്ന പ്രസംഗം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ആശയത്തിനോട് കേൾക്കുന്ന ശ്രോതാക്കൾ യോജിക്കണം എന്നതാണ് ഈ സ്പീച്ചിൻ്റെ ഉദ്ദേശ്യം. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്പീച്ചാണ് ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ 3 L's ഓഫ് എംപവർമെൻറ്റ്. ഈ ആക്ടിവിറ്റിയിൽ തന്നിരിക്കുന്ന ചോദ്യം എന്താണ് എന്ന് നമുക്കിനി നോക്കാം. ക്രിസ്റ്റീൻ ലഗാർഡ് സജസ്റ്റ് വേരിയസ് മീൻസ് ഓഫ് എംപവറിംഗ് വിമൻ. ഷീ പെർസ്വേസീവ്ലി ഇൻസിസ്റ്റ്സ് ഓൺ ദ ഐഡിയ ദാറ്റ് വിമൻ ഷുഡ് തിങ്ക് ആൻഡ് ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി. Keeping this in mind, prepare the script of a persuasive speech on the topic Education is the key to women empowerment, to be delivered at the school assembly on International Women's Day. ക്രിസ്റ്റീൻ ലഗാർഡ് സ്ത്രീകളോടായി പറയുന്നത് എന്താണ്? സ്ത്രീകൾ സ്വതന്ത്രമായി ചിന്തിക്കണം, അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ ഈ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് കീപ്പിംഗ് ദിസ് ഇൻ മൈൻഡ് എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഒരു സ്പീച്ച് തയ്യാറാക്കണം. അത് എങ്ങനെയുള്ള സ്പീച്ച്? പെർസുവേസീവ് സ്പീച്ച്. ആ സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ശ്രോതാക്കൾക്ക് തോന്നണം. അങ്ങനെയുള്ള സ്പീച്ചിനെയാണ് പെർസുവേസീവ് സ്പീച്ച് എന്ന് പറയുന്നത്. ഏത് വിഷയത്തിലാണ്? എഡ്യൂക്കേഷൻ ഇസ് ദ കീ ടു വിമൻ എംപവർമെൻറ്റ്. അല്ലേ, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമാണ് സ്ത്രീകളെ ശാക്തീകരിക്കാനുള്ള ഏറ്റവും നല്ല ആയുധം, ഏറ്റവും നല്ല ഒരു ടൂൾ അതാണ് എന്ന് പറയുന്ന ഒരു സ്പീച്ചാണ്. അത് വിമൻസ് ഡേ ആയ മാർച്ച് 8 നമ്മൾ സ്കൂൾ അസംബ്ലിയിൽ നടത്തുന്നു എന്ന രീതിയിലാണ് ആ സ്പീച്ച് അവിടെ പറയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. സ്പീച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഓഡിയൻസ്, ശ്രോതാക്കൾ ആരാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് എ സ്കൂൾ അസംബ്ലി. സോ വി ക്യാൻ റൈറ്റ് ആസ് ഓണറബിൾ പ്രിൻസിപ്പൽ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന രീതിയിൽ നമുക്ക് എഴുതാം. പക്ഷെ ഞാനിവിടെ അങ്ങനെ ചെയ്യാതെ വെരി വാം മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ ഗ്യാതേർഡ് ഹിയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ടുഡേ March 8 is observed as International Women's Day, a day for the celebration of womanhood. But is this celebration righteous? Because there are hundreds of women who are still in the dark, underprivileged and marginalized. This is still happening because most of them are still uneducated. Yes, they receive primary education, but is that enough? Today, March 8th, ഇൻ്റർനാഷണൽ വിമൻസ് ഡേ എന്ന രീതിയിൽ ആഘോഷിക്കുന്നു. സ്ത്രീത്വം ആഘോഷിക്കാനുള്ള ഒരു ദിവസം. പക്ഷേ ഇന്നത്തെ ഈ ആഘോഷം അത് ശരിയാണോ, നല്ലതാണോ എന്ന് ചോദിക്കുന്നു. ബിക്കോസ് ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് വിമൻ, നൂറുകണക്കിന് സ്ത്രീകൾ ഇന്നും ഇരുട്ടിലാണ് കഴിയുന്നത്. അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല.
അത് സംഭവിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്? കാരണം മോസ്റ്റ് ഓഫ് ദം, അല്ലേ, എല്ലാവരും എന്ന് പറയുന്നില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദം, മിക്ക സ്ത്രീകളും അൺഎഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ടാവാം, അല്ല, എഴുതാനും വായിക്കാനുമുള്ള വിദ്യാഭ്യാസമൊക്കെ ലഭിക്കുന്നുണ്ടാവും. ബട്ട് ഈസ് ദാറ്റ് ഇനഫ്? അത് മതിയോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ തന്നിട്ടുള്ളത്. ഇങ്ങനെ തന്നിരിക്കുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്, പക്ഷേ എന്നിട്ടും നമ്മളോടത് ചോദിക്കുന്നുണ്ട്. അത് മതിയോ എന്ന ചോദ്യം, അത് പോരാ, നമുക്കറിയാം, അല്ലേ, അതിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതികൾ ഈ പെർസ്വേസീവ് സ്പീച്ചസിൽ ഒരുപാട് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ജനങ്ങളോട്, നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അത് മനസ്സിലാവും, അവർക്ക് തന്നെ തോന്നും അത് പോരല്ലോ, അല്ലെങ്കിൽ ഇവർ പറയുന്നത് ശരിയാണല്ലോ എന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിലും വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടെക്നീക്ക് പെർസ്വേസീവ് സ്പീച്ചസിൽ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഐ വുഡ് ലൈക്ക് ടു കോട്ട് ദ ലൈൻസ് ഓഫ് ദ ഗ്രേറ്റ് ഫിലോസഫർ കൺഫ്യൂഷ്യസ്. Education breeds confidence, confidence breeds hope, and hope breeds peace. When women are not given proper education, they also become devoid of confidence, hope, and peace. The opportunity for getting jobs is also snatched from them. കൺഫ്യൂഷ്യസ് എന്നുള്ള ചിന്തകൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എഡ്യൂക്കേഷൻ ബ്രീഡ്സ് കോൺഫിഡൻസ്, അല്ലെ, എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കിട്ടുന്നത് ആത്മവിശ്വാസമാണ്. വിദ്യാഭ്യാസത്തിലൂടെ ആത്മവിശ്വാസം ലഭിക്കുന്നു. ആത്മവിശ്വാസത്തിലൂടെ പ്രതീക്ഷയും, പ്രതീക്ഷയിലൂടെ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്നത് സമാധാനമാണ്. ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു കഴിഞ്ഞാൽ ആത്മവിശ്വാസം, പ്രതീക്ഷ, സമാധാനം ഇവയൊന്നും ഒരു സ്ത്രീക്ക് ഒരിക്കലും ലഭിക്കില്ല. അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള അവസരവും സ്ത്രീയിൽ നിന്ന് നിഷേധിക്കപ്പെടുകയാണ്. You may say about Kiran Bedi, Kalpana Chawla and Zia Modi. But how many Kiran Bedis are there? Even in India, if we take the ratio of working men and women, the contribution made by women is less. Why is it so? And don't forget the pay gap between men and women. Not only this, at each point women have to convince the society of their decisions. നമ്മൾ ഇനി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, സ്ത്രീക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു, പക്ഷേ അപ്പോഴും ആളുകളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതിനുള്ളൊരു എക്സ്പ്ലനേഷനായിട്ടാണ് നമ്മൾ ഈ പാരഗ്രാഫ് അവിടെ പറയുന്നത്. ഈ രാജ്യത്ത് കിരൺ ബേദി, കൽപ്പന ചൗള, സിയ മോദി അങ്ങനെയുള്ള ശക്തിയായ സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ചോദ്യം വരാം. പക്ഷേ എത്ര സ്ത്രീകൾ അതുപോലെ ഉണ്ട്? വളരെ കുറച്ച്, അല്ലേ? ഇനി അത് മാത്രമല്ല, ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അനുപാതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി നൽകുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് മാത്രമല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നൽകുന്ന വേതനം, അത് തമ്മിലുള്ള വ്യത്യാസവും ആരും മറക്കരുത്. അതുമാത്രമല്ല, സ്ത്രീകൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ അത് അവർക്ക് പലരെയും ബോധിപ്പിക്കേണ്ടതായ അവസ്ഥ വരുന്നു. We all know the African adage, if you educate a boy, you train a man. If you educate a girl, you train a village. But still women lack education. Then how can we expect the society to develop? ആഫ്രിക്കൻ ആഡേജ്, ഈ ഒരു ആഫ്രിക്കൻ ആഡേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, അല്ലേ? ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകിയാൽ അത് ഒരു പുരുഷനെ നമ്മൾ ട്രെയിൻ ചെയ്തു എന്നാണ്. പക്ഷേ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകിയാൽ ആ വില്ലേജിന് മൊത്തം നമ്മൾ വിദ്യാഭ്യാസം നൽകി എന്നതാണ്. ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും പല സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹം പുരോഗമിക്കണം എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? I would utilize this occasion to state that we, the future citizens, should have the right mindset so that we can stop this partiality towards women. Woman is a mother, guide, teacher, nurse, and caretaker. She multitasks each and every day of her life, yet lacks appreciation and recognition. ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ആ സ്പീക്കർ, ഞാൻ എന്ന് പറയുന്നത് ആ സ്പീക്കറാണ്. ആ സ്പീക്കർ അവിടെ ഉപയോഗിക്കുന്നത് ഭാവിയിലെ പൗരന്മാരോട് പറയാനാണ്. നമുക്ക് ശരിയായ ചിന്താഗതി ഉണ്ടാവണം. എന്നാൽ മാത്രമേ സ്ത്രീകളോടുള്ള ഈ വിവേചനം നമുക്ക് നിർത്താൻ കഴിയുള്ളൂ.
സ്ത്രീ ഒരു അമ്മയാണ്, ഗൈഡാണ്, ടീച്ചറാണ്, നേഴ്സ്, കെയർ ടേക്കർ, ഇതെല്ലാം ഒരു സ്ത്രീ തന്നെയാണ്. അവൾ ഒരേ സമയം പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും ജീവിതത്തിൽ അംഗീകാരമോ അഭിനന്ദനമോ ഒന്നും ലഭിക്കുന്നില്ല. ഫ്രണ്ട്സ്, ലെറ്റ് us ചേഞ്ച് ദിസ് prejudiced മൈൻഡ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ മുൻവിധികളെ നമുക്ക് മാറ്റാം. ലെറ്റ്സ് ബ്രേക്ക് ദി ഷാക്കിൾസ് ആൻഡ് ബ്രിങ് വിമൻ ടു ദ ഫോർ ഫ്രണ്ട്. ഈ നിബന്ധനങ്ങളെ തകർത്തുകൊണ്ട് നമുക്ക് സ്ത്രീകളെ മുൻനിരയിലേക്ക് തന്നെ കൊണ്ടുവരാം. I would like to conclude my speech by citing the words of Malala Yousafzai, the Nobel Prize winner for peace. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച മലാല യൂസഫ്സായിയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സ്പീച്ച് ഞാനിവിടെ നിർത്തുന്നു. One pen, one book and one teacher can change the world of women. ഒരു പേന, ഒരു പുസ്തകം, അതുപോലെ തന്നെ ഒരു ടീച്ചർ മനസ്സ് വെച്ചാൽ സ്ത്രീകളുടെ ലോകം തന്നെ മാറ്റാൻ കഴിയും. നന്ദി. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യോത്തരങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അഥവാ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ പോരായ്മകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ ഉടനെ തന്നെ നമുക്ക് കാണാം. ടിൽ ദെൻ ഹാവ് എ ഹാപ്പി ലേണിംഗ്.